അയ്യോ, ജോൺ ബ്രിട്ടാസിനൊക്കെ RSS ഹിറ്റ് ലിസ്റ്റ് പെടുത്തിയിരുന്നു. കഷ്ടം തന്നെ. ഇത്രയും ദാരിദ്ര്യം പിടിച്ച ഹിറ്റ് ലിസ്റ്റൊക്കെ ഉണ്ടാക്കിയത് ആരാടി? ഏത് RSS കാരനാടി? അതും ഈ ആശ്രിത നിയമനത്തിൽ MP ആയ ജോൺ ബ്രിട്ടാസിനെയൊക്കെ. പരമ കഷ്ടം. കുറച്ചുകൂടെ നല്ല ഹിറ്റ് ലിസ്റ്റൊക്കെ ഉണ്ടാക്കിക്കൂടെ? ഇതൊക്കെ ആരാ ഈ ഹിറ്റ് ലിസ്റ്റിലൊക്കെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടാസ് എണ്ണം പറയും, അപ്പനും അപ്പൻ്റെ പെങ്ങൾ സുഭദ്രയും പിന്നെ ഞാനും ജയിക്കും ലുട്ടാപ്പിയും, അങ്ങനെ ലിസ്റ്റ് നീളുമെന്നാണ് പറയുന്നത്. എന്തായാലും കിട്ടില്ല ഹിറ്റ് ലിസ്റ്റ്. ഇതങ്ങ് നാഗ്പൂരിൽ നിന്നായിരിക്കും ഉണ്ടാക്കിയത്. കറക്റ്റായിട്ട് ഈ നേതാക്കന്മാരെയൊക്കെ കണ്ടെത്തി ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചൊക്കെയാണ്. നാഗ്പൂരിൽ നിന്ന് തന്നെ ഉറപ്പിക്കുക. BJP പറയും പോലെ നിങ്ങൾ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരിക്കുക എന്നറിയാം. വല്ല RSS കാരൻ്റെ കടയിൽ നിന്ന് സാധനം വാങ്ങിയിട്ട് തിരിച്ച് കാശ് കൊടുക്കാത്തവരുടെ ഹിറ്റ് ലിസ്റ്റിലായിരിക്കും നിങ്ങൾ വിടുന്നത്. അല്ലാതെ നിങ്ങളെ കാര്യം പിന്നെ ഈ ആശ്രിത നിയമനം കഴിയാറായി. ഏകദേശം 10-11 മാസം കൂടെ നിങ്ങൾക്ക് കാലാവധി ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ തിളങ്ങി നിൽക്കണമല്ലോ. എന്നാലല്ലേ എവിടെയെങ്കിലും ഒരു സീറ്റ് ഇനി അടുത്ത് ഒപ്പിച്ചെടുക്കണമല്ലോ. അല്ല, അതിനുള്ള ഇതാണ്. കാരണം കുറച്ച് കാലമായിട്ട് ഇവിടെ നിന്ന് ജയിച്ചു പോയ ഒരു MP ഉണ്ട്. പുള്ളിയും പിന്നെ വേറെ പലരും ഒക്കെ ഉണ്ട് CPIM എന്നൊക്കെ കേന്ദ്രത്തിലോട്ട്. അവരെയൊന്നും കാണാനില്ല. ഫുള്ള് ബ്രിട്ടാസ് എണ്ണം മാത്രം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാവധി കഴിയാറായി. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇങ്ങനെ തിളങ്ങി നിൽക്കണമല്ലോ. അല്ലാതെ വേറൊന്നുമില്ല. ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലാവും. എന്നാലും ഹിറ്റ് ലിസ്റ്റ് ഇതൊക്കെ ഇതിനൊക്കെ മറുപടി വിനായകൻ പറഞ്ഞിട്ടുണ്ട്. പുള്ളി 2 ദിവസമായിട്ട് എന്താ അങ്ങനെ തിരിഞ്ഞാനി 2 ദിവസമായിട്ട് യുവമാരായിട്ട് ഊക്കലാണ് പുള്ളിയുടെ പരിപാടി. എന്തായാലും നിങ്ങൾക്കുള്ള മറുപടി അങ്ങേര് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ തന്നെ ആൾക്കാരുണ്ട് നിങ്ങളെ പറയാൻ വേണ്ടി. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് ഉലകം കൊള്ളുക, അത്രയേ ഉള്ളൂ.